ബംഗ്ലാദേശിലെ സംവരണ വിരുദ്ധ പ്രക്ഷോഭത്തിനിടെ പ്രതിഷേധക്കാർ ഹിന്ദുക്കളുടെ വീടുകൾ ആക്രമിച്ചതായി റിപ്പോർട്ട്. രാജ്യത്തിന്റെ പല ഭാഗത്തും ഹിന്ദുക്കൾക്ക് നേരെ ആക്രമണമുണ്ടായെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. നൊഖാലി ജില്ലയിൽ പ്രതിഷേധം ശക്തമാവുകയും പ്രക്ഷോഭകാരികൾ ഹിന്ദുക്കളെ ആക്രമിക്കുകയും ചെയ്തു. ഈ പ്രദേശത്തെ ഹിന്ദുക്കളുടെ വീടുകളിലേക്ക് പ്രതിഷേധക്കാർ ഇരച്ചുകയറുന്ന വീഡിയോ CNN ന്യൂസ് 8 ലഭിച്ചിരുന്നു. തനുശ്രയ ഭട്ട എന്ന വ്യക്തിയുടെ വീടിന്റെ ഗേറ്റ് പ്രക്ഷോഭകാരികൾ അടിച്ചു തകർക്കുന്നത് വീഡിയോയിലുണ്ട്. സ്ത്രീകളും കുട്ടികളും നിലവിളിച്ചുകൊണ്ടോടുന്നതും ദൃശ്യങ്ങളിൽ കാണാം. റംഗ്പൂരിൽ 2 ഹിന്ദുക്കളെ പ്രതിഷേധക്കാർ കൊന്നു. ഹിന്ദു അവാമി ലീഗ് നേതാവ് ഹർദൻ റോയിയെയും അദ്ദേഹത്തിന്റെ അനന്തരവനെയും ആൾക്കൂട്ടം തല്ലിക്കൊന്നത് വലിയ രീതിയിൽ ചർച്ചയായി. കലാപം രൂക്ഷമായതോടെ ബംഗ്ലാദേശിലെ സ്ഥിതിഗതി വിലയിരുത്താൻ കേന്ദ്ര സർക്കാർ മുന്നോട്ട് വന്നിട്ടുണ്ടെന്ന് ഉന്നത ഉദ്യോഗസ്ഥൻ ന്യൂസ് 8 പറഞ്ഞു. ബംഗ്ലാദേശ് സർക്കാരിലെ ഉന്നത നേതാക്കളുമായി ചർച്ച നടത്തിവരികയാണെന്നും ഷെയ്ഖ് ഹസീനയും തങ്ങളുടെ നിർദ്ദേശം സ്വീകരിച്ചതായും സ്ഥിതിഗതികൾ വിലയിരുത്തി വരുന്നുവെന്നുമാണ് കേന്ദ്ര സർക്കാർ വൃത്തങ്ങൾ അറിയിക്കുന്നത്. ബംഗ്ലാദേശിൽ കഴിയുന്ന ഇന്ത്യൻ പൌരന്മാർക്കും വിദ്യാർത്ഥികൾക്കും മാർഗനിർദ്ദേശങ്ങൾ പുറപ്പെടുവിച്ചിട്ടുണ്ടെന്നും അവരെ തിരികെ നാട്ടിലെത്തിക്കാനുള്ള ശ്രമങ്ങൾ ഉടൻ ആരംഭിക്കുമെന്നും സർക്കാർ വൃത്തങ്ങൾ അറിയിക്കുന്നു. 1971 യുദ്ധത്തിൽ പങ്കെടുത്ത കുടുംബങ്ങൾക്ക് സർക്കാർ ജോലിയിൽ 30% സംവരണം നൽകിക്കൊണ്ട് സർക്കാർ പുറപ്പെടുവിച്ച ഉത്തരവാണ് ബംഗ്ലാദേശിലെ പ്രക്ഷോഭത്തിന് കാരണം. പ്രതിഷേധം ശക്തമായതോടെ വിഷയത്തിൽ സുപ്രീംകോടതി ഇടപെടുകയും സംവരണം 5% കുറയ്ക്കുകയും ചെയ്തു. എന്നാൽ ഇതിനുശേഷവും രാജ്യത്ത് പ്രതിഷേധം അവസാനിച്ചില്ല. പ്രധാനമന്ത്രി പദത്തിൽ നിന്ന് ഷെയ്ഖ് ഹസീന രാജിവെക്കണമെന്നാവശ്യപ്പെട്ടായിരുന്നു പ്രതിഷേധക്കാർ പിന്നീട് രംഗത്തെത്തിയത്. ഇതേ തുടർന്ന് ബംഗ്ലാദേശിൽ നിന്ന് പലായനം ചെയ്ത ഷെയ്ഖ് ഹസീന ഇന്ത്യയിലെത്തി. കനത്ത സുരക്ഷയൊരുക്കിയാണ് ഇന്ത്യ ഹസീനയെ സ്വീകരിച്ചത്. ഷെയ്ഖ് ഹസീനയുടെ സൈനിക വിമാനം ധാക്കയിൽ നിന്ന് ഇന്ത്യയിലേക്ക് പുറപ്പെട്ടെന്ന വിവരം ലഭിച്ചതോടെ ഇന്ത്യൻ സംവിധാനങ്ങൾ ഉണർന്നു പ്രവർത്തിച്ചു. തിങ്കളാഴ്ച വൈകിട്ട് 3 മണിയോടെയാണ് ബംഗ്ലാദേശിൽ നിന്ന് ഇന്ത്യ ലക്ഷ്യമാക്കി താഴ്ന്നു പറന്ന വിമാനം വ്യോമസേനയുടെ റഡാറിൽ പതിഞ്ഞത്. ഹസീനയുടെ വിമാനമാണെന്ന് തിരിച്ചറിഞ്ഞ വ്യോമസേന ഉദ്യോഗസ്ഥർ ഇന്ത്യൻ ആകാശത്തേക്ക് കടക്കാൻ അനുമതി നൽകി. വിമാനത്തിന്റെ സുരക്ഷ ഉറപ്പുവരുത്താൻ ബംഗാളിലെ ഹാഷിമാര വിമാനത്താവളത്തിലെ 101 സ്ക്വാഡ്രണിൽ നിന്ന് 2 റഫാൽ യുദ്ധവിമാനങ്ങളെ അയച്ചു. ബീഹാറിലും ജാർഖണ്ഡിലുമായി ഇവ വിമാനത്തിന് സുരക്ഷയൊരുക്കി. വ്യോമസേന ചീഫ് മാർഷൽ BR ചൌധരിയും കരസേനാ മേധാവി ജനറൽ ഉപേന്ദ്ര ദ്വിവേദിയും സ്ഥിതിഗതികൾ സൂക്ഷ്മമായി നിരീക്ഷിച്ചു. ഈ സമയം ഇന്റലിജൻസ് ഏജൻസി മേധാവിമാരും ജനറൽ ദ്വിവേദി, ലഫ്റ്റനന്റ് ജനറൽ ജോൺസൺ ഫിലിപ്പ് മാത്യു എന്നിവരും ഉന്നതതല യോഗം ചേർന്നു. വൈകിട്ട് 5:45 ഹസീനയുടെ വിമാനം ഗാസിയാബാദിലെ ഹിൻഡൻ എയർബേസിലെത്തി. പിന്നാലെ ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവൽ സ്ഥലത്തെത്തി ഹസീനയുമായി കൂടിക്കാഴ്ച നടത്തി. 1 മണിക്കൂറോളം കൂടിക്കാഴ്ച നീണ്ടു. ബംഗ്ലാദേശിലെ സാഹചര്യവും ഭാവി നീക്കങ്ങളും ഡോവലിനെ ഹസീന അറിയിച്ചു എന്നാണ് വിവരം. കൂടിക്കാഴ്ചയുടെ വിവരങ്ങൾ ഡോവൽ പിന്നീട് പ്രധാനമന്ത്രിയുടെ അധ്യക്ഷതയിൽ ചേർന്ന കേന്ദ്ര സുരക്ഷാകാര്യ ക്യാബിനറ്റ് കമ്മിറ്റിയുടെ യോഗത്തെ അറിയിച്ചു. ക്യാബിനറ്റ് കമ്മിറ്റി യോഗത്തിന്റെ അടിസ്ഥാനത്തിൽ ബംഗ്ലാദേശിലെ നിലവിലെ സാഹചര്യം ചർച്ച ചെയ്യാൻ സർവകക്ഷി യോഗം ചേർന്നു. ഇതിന്റെ അടിസ്ഥാനത്തിലാകും തുടർ നീക്കങ്ങൾ. ലണ്ടനിൽ രാഷ്ട്രീയ അഭയം തേടുമെന്ന് കരുതുന്ന ഹസീന ഇക്കാര്യത്തിൽ അന്തിമ തീരുമാനം വരുന്നതുവരെ ഏതാനും ദിവസം കൂടി ഇന്ത്യയിൽ തുടരുമെന്നാണ് സൂചന.